പനി പിടിച്ചിരിക്കുന്ന അലീനയെ കാണാൻ മരുന്നുമായി വന്ന മനുവിനെയാണ് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ കഥ അറിയുന്നതിന് മുൻപ് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ മനു വന്ന് അലീനയുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അലീന സന്തോഷത്തിലാണ്, കാരണം കൂടപ്പിറപ്പുകളെല്ലാം അലീനയെ സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും തുടങ്ങിയിരിക്കുന്നു. ഒരാൾ മാത്രം ഇപ്പോഴും പഴയതുപോലെ തന്നെ ആണ് എന്ന് അലീന പറയും. ഓ, പൈജാമയുടെ ആണല്ലോ അല്ലേ, അത് പെട്ടെന്നൊന്നും മാറുന്നതല്ല എന്ന് പറഞ്ഞ് മനു അലീനയെ ആശ്വസിപ്പിക്കും. അങ്ങനെ മനു അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ രോഹി ജ്യൂസും കൊണ്ട് വരികയാണ്. മനു ഏട്ടാ, ഇതെൻ്റെ ലാബിൽ ഞാൻ ഉണ്ടാക്കിയ ജ്യൂസാണ്. അപ്പം മനു ചോദിക്കും, ലാബോ? ആ അതെ, എൻ്റെ അടുക്കള ഞാൻ പരീക്ഷിച്ചെടുത്ത പുതിയ തരം ജ്യൂസാണ്. അപ്പോൾ മനു അത് കുടിച്ചതിന് ശേഷം പറയും, ഓ ഇതിന് ഭയങ്കര പഞ്ചസാരയാണല്ലോ, ഇത് പഞ്ചസാര ലായനിയാണ്, ജ്യൂസൊന്നുമല്ല എന്ന് പറയും. ഓ അത് ഞാൻ വെള്ളം കൊടുന്നുതരാം മനു ഏട്ടാ, അത് ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്താൽ മതി. ശരി ശരി എന്ന് പറഞ്ഞ് ഒന്ന് രണ്ടും വർത്തമാനങ്ങളൊക്കെ പറയും. അതിനുശേഷം പറയും, നീ ഇനി കോളേജിൽ പോകണം, നിൻ്റെ പഠിപ്പൊക്കെ തുടരണം എന്ന് പറയും. ശരി എന്ന് പറഞ്ഞ് രോഹിയും അവിടെ നിന്ന് പോവും. പക്ഷെ അതത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല, കാരണം രോഹിയുടെ പേര് കോളേജ് അധികൃതർ റോളിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ അതത്ര എളുപ്പമല്ല. അടുത്തത് നമ്മുടെ കോളേജിൽ പോയ ബബി തിരിച്ചു വരികയാണ്. ബബി തിരിച്ചു വരുമ്പോൾ മുൻപിൽ തന്നെ രോഹിത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ മനുവേട്ടൻ വന്നിരുന്നു എന്ന് പറയും. അതെയോ, മനുവേട്ടൻ വന്നിരുന്നെങ്കിൽ അലീന ചേച്ചിയുടെ പനിയൊക്കെ പെട്ടെന്ന് പമ്പ കടന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് അലീനയുടെ പനി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബബി അലീനയുടെ റൂമിലോട്ട് പോകണം. അങ്ങനെ റൂമിൽ അവൾ പെട്ടെന്ന് എണീറ്റിരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ എന്തിനാ എണീറ്റിരുന്നത് അലീന ചേച്ചി എന്ന് ചോദിക്കും. അത് ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എണീറ്റിരുന്നതാണ്. അതിനല്ലേ രോഹിയേട്ടൻ അതിനെല്ലാം സഹായിക്കും, പിന്നെ എന്തിനാ രോഹിയേട്ടനെ ഇവിടെ നിർത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞ് വെള്ളമൊക്കെ എടുത്തു കൊടുത്തിട്ട് ബബി അടുക്കളയിലേക്ക് പോകും. അടുക്കളയിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അലീനയ്ക്ക് ചായക്ക് കഴിക്കാൻ ബണ്ണും റസ്ക്കും എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ സമയത്താണ് അടുക്കളയിൽ ശബ്ദം കേട്ടിട്ട് വൈജ അങ്ങോട്ട് വരുന്നത്. വൈജയ്ക്ക് ഇത് കാണുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കും. വൈജ ചോദിക്കും, നീ ആരെയാണ് ശുശ്രൂഷിക്കാൻ പോകുന്നത്? നീ ആരെ ശുശ്രൂഷിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ അലീനയെ നീ ശുശ്രൂഷിക്കാൻ പാടില്ല, നീയും അവളെ ശത്രുവായിട്ടന്നെയല്ലേ കണ്ടിരുന്നത് എന്ന് പറയും. അപ്പോൾ അത് ബബിത പറയും, അമ്മേ, ഞങ്ങൾ ഈ വീട്ടിലുള്ള ഒരാളോട് നന്നായി പെരുമാറുന്നു എന്നാലോചിച്ചിട്ട് അമ്മ സന്തോഷിക്കുകയാണ് വേണ്ടത്. അതിന് പകരം അമ്മ ഞങ്ങളെ വഴക്ക് പറയുകയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പക്ഷെ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിൽ വെയ്യാണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ ശുശ്രൂഷിക്കും എന്ന് പറഞ്ഞ് വൈജയെ എതിർത്ത് ചായയും ബന്നും റസ്ക്കും കൊണ്ട് ബബിത അലീനയുടെ റൂമിൽ പോകണം. എന്നിട്ട് ചായയിൽ റസ്ക് മുക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഭക്ഷണം ഇങ്ങനെ കൊടുക്കുമ്പോൾ അലീനയ്ക്ക് അലീനയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറയും. പക്ഷേ അലീന ബബിതയുടെ മുഖത്ത് നോക്കുമ്പോൾ ബബിതയുടെ മുഖത്തിന് അത്ര വ്യത്യാസമൊന്നുമില്ല. കാരണം അവൾ വൈജയുടെ വേറൊരു ഫോമിലുള്ള ആളാണല്ലോ. വൈജയുടെ കുറേ സ്വഭാവങ്ങളൊക്കെ ബബിതയ്ക്കും കിട്ടിയിട്ടുണ്ട്. ബബിത അങ്ങനെ അലീന നോക്കുമ്പോൾ അങ്ങനെ ഫേസിൽ അങ്ങനെ എക്സ്പ്രഷൻസ് ഒന്നും ഇടുന്നില്ല. അത് കഴിഞ്ഞ് കൃഷ്ണമോൾ ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് തിരിച്ചു വരുന്നതാണ് കാണുന്നത്. ഡാൻസ് ക്ലാസ്സിന് പോയി തിരിച്ചു വരുമ്പോൾ നമ്മുടെ രോഹിത്ത് മുറ്റം അടിക്കുന്നുണ്ട്. മുറ്റം സാധാരണ അടിക്കുന്ന പോലെയല്ല, ഒരു പ്രത്യേക തരത്തിലാണ് അവൻ മുറ്റടിക്കുന്നത്. കാരണം അവനങ്ങനെ മുറ്റടിക്കാനൊന്നും അറിയില്ല. അപ്പോൾ കൃഷ്ണമോൾ കളിയാക്കും, ഓ രോഹിയേട്ട ഇങ്ങനെയാണോ മുറ്റടിക്കുക? ഇത് മുറ്റടിക്കുന്നതാണോ അതോ വേറെ വല്ല സർക്കസ് കാണിക്കുന്നതാണോ എന്ന് ചോദിച്ച് കൃഷ്ണമോൾ രോഹിത്തിനെ കളിയാക്കും. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രനും വണ്ടിയായിട്ട് വരും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, ഈ തരത്തിലാണ് മുറ്റടിക്കുന്നത് വെച്ചെങ്കിൽ പെട്ടെന്നൊന്നും കഴിയില്ല, ഇതൊരുമാതിരി മീൻ പിടിക്കാൻ വല വീശുന്നത് പോലെയാണ് നിൻ്റെ ഈ മുറ്റടി, മര്യാദയ്ക്ക് അടിക്ക്, എന്നിട്ട് അടിച്ച് കരട് കളയുക പറയും. ഓ ഞാനിനി മുറ്റടിക്കാൻ കോഴ്സിന് ചേരാം എന്ന് പറഞ്ഞ് രോഹിത്ത് മറുപടി പറയും. അങ്ങനെ കൃഷ്ണയും ബാലചന്ദ്രനും കൂടി അലീനയുടെ റൂമിലോട്ട് വരികയാണ്. അങ്ങനെ അലീനയുടെ റൂമിലോട്ട് വരുമ്പോൾ അലീന കിടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നിൻ്റെ പനിയൊക്കെ? കുറച്ച് കുറവുണ്ട്, ഇപ്പോൾ കുറേ ആശ്വാസമുണ്ട്, എന്നാലും ബോഡി പെയിൻ വളരെ നന്നായിട്ട് ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ ബാലചന്ദ്രനോട് പറയും. അതൊക്കെ ചെറുതായിട്ടുണ്ടാവും, വൈറൽ ഫീവറിൻ്റെ പ്രത്യേകതയാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രനും കൃഷ്ണമോളും പുറത്തേക്ക് പോവുകയാണ്, റൂമിൻ്റെ പുറത്തേക്ക്. അപ്പോൾ കൃഷ്ണമോൾ പറയും, ഞാൻ അച്ഛന് ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ കൊണ്ടുവരാം, ശരി ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളും പോവുകയാണ്.
ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലെ കഥ. അടുത്ത എപ്പിസോഡിലെ കഥകൾ വളരെ നേരത്തെ തന്നെ അറിയുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്